കാനായിലെ കല്യാണ വിരുന്നിൽ മദ്യമില്ലാതെ വിഷമിച്ചവരുടെ സങ്കടം കണ്ട് തന്റെ മകനോട് ശുപാർശ ചെയ്ത കനിവുള്ളവളായ പരിശുദ്ധ മാതാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് കണ്ണുനീരോടെ ഞങ്ങൾ അണയുന്നു. അമ്മേ, ഒരു കുഞ്ഞിക്കാലെ കാണാൻ കൊതിച്ച് വർഷങ്ങളായി കാത്തിരിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളെ ഓർക്കണമേ. വിവാഹജീവിതം വർഷങ്ങൾ കടന്നുപോയിട്ടും ശൂന്യമായ തൊട്ടിലുകൾ നോക്കി കരയുന്ന ദമ്പതികളുടെ ഹൃദയവേദന അമ്മ അറിയുന്നുണ്ടല്ലോ. മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ തലതാഴ്ത്തി നിൽക്കുന്നവരും ഡോക്ടർമാരുടെ പരിശോധനകൾക്കും ചികിത്സകൾക്കുമിടയിൽ തളർന്നുപോയവരുമായ ആ മക്കളെ അമ്മ തന്റെ വിമല ഹൃദയത്തോട് ചേർത്തുപിടിക്കണമേ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞ വാക്കുകൾ ഞങ്ങൾ വിശ്വസിക്കുന്നു. വന്ധിയായിരുന്ന എലിസബത്തിനെ അനുഗ്രഹിച്ച ദൈവകൃപ ഈ മക്കളുടെ മേലും പതിയട്ടെ. അമ്മേ, അങ്ങയുടെ ഉദരത്തിൽ ഈശോയെ വഹിച്ചതുപോലെ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാനും പ്രസവിക്കാനും വളർത്താനുമുള്ള ഭാഗ്യം ഇവർക്ക് നൽകണമേ. ഇവരുടെ കുടുംബത്തിലെ ശൂന്യത മാറി കുഞ്ഞുങ്ങളുടെ കളിച്ചിരിയും സന്തോഷവും നിറയട്ടെ. ശാരീരികമായ വൈകല്യങ്ങളോ തടസ്സങ്ങളോ ഉണ്ടെങ്കിൽ അമ്മയുടെ മധ്യസ്ഥതയാൽ അവ നീക്കപ്പെടട്ടെ. മനസ്സിന്റെ ഭാരവും സങ്കടവും മാറ്റണമേ. ഇതാ കർത്താവിന്റെ ദാസി എന്നു പറഞ്ഞ് ദൈവഹിതത്തിന് കീഴടങ്ങിയ അമ്മയെപ്പോലെ പൂർണ്ണ വിശ്വാസത്തോടെ കാത്തിരിക്കാൻ അവർക്ക് കരുത്തു നൽകണമേ. അമ്മയുടെ ശക്തമായ ശുപാർശയാൽ അടുത്ത വർഷം ഇതേ സമയത്ത് ഒരു കുഞ്ഞിനെ കൈകളിലേന്തിക്കൊണ്ട് നന്ദി പറയാൻ ഈ ദമ്പതികളെ അനുഗ്രഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.